ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ തേങ്ങാപ്പാലിൽ വറ്റിച്ചതാണ്. അതിനാദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കഷ്ണമീനാണ്. ഒരു 5-6 കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മീൻ മസാല ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, മുളക് പൊടി 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി യോജിപ്പിക്കുക. കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ചതൊന്ന് പേസ്റ്റ് രൂപത്തിൽ കുഴമ്പാക്കി എടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത്. നമ്മൾ മീൻകറി എല്ലാം എപ്പോഴും വറ്റിക്കുന്നത് എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ കുടംപുളി ഇട്ട് വറ്റിക്കും, അല്ലെങ്കിൽ പുളി ഇട്ടിട്ട് വറ്റിക്കും. ഇത് തേങ്ങാപ്പാലിൽ വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല കുറുക്കുള്ള തേങ്ങാപ്പാലാവും വേണം. മീൻ എന്ത് ചെയ്യുക, നന്നായി മസാല തേച്ച് പിടിക്കുക. ഇനി നമുക്ക് ഈ മീൻ പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കണതാണ് നല്ലത്. ടേസ്റ്റ് ഉണ്ടാവാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണതാണ് നല്ലത്. ഓവറായിട്ട് ഡ്രൈ ആവണ്ട. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്കിത് കോരിയിട്ട് മാറ്റാം. നല്ലൊരു മൺചട്ടി എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ കട്ടിയുള്ള 1-ാം പാൽ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള 1-ാം പാൽ മാത്രം അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക. അതുപോലെ തന്നെ എരിവിന് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മീൻ ഫ്രൈ ചെയ്യുമ്പോഴുള്ള മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം ഇടാം. പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കും. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനൊരു 3 മുളക് നടുകീറി ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കരിവേപ്പില, ഇടാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൽ വേറെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരൊറ്റ മീനിൽ മാത്രമാണത് യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ പിരിയാതിരിക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നന്നായി തിളക്കണം. ഈ തിളക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തേങ്ങാപ്പാലാണ്, അപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പിരിയാതിരിക്കാൻ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇനി തിളക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇളക്കാം. തിളച്ചതിന് ശേഷം തീയെ മീഡിയം ഫ്ലെയിമിലാക്കാം. ഏകദേശം നമ്മൾ മീൻകറി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റാം. ഈ കുറച്ച് മസാല വേണം, അതായത് കറി വേണം എന്നുള്ളവർക്ക് ഈ ഒരു പരിവാകുമ്പോൾ ഓഫ് ചെയ്യാം. കുറച്ചും കൂടി ഞാൻ വറ്റിക്കുന്നുണ്ട്. നന്നായി വറ്റിച്ചിട്ട് മസാല കൈമെല്ലാം പിടിക്കട്ടെ.
നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് എണ്ണ പോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അല്ലേ. എണ്ണ കണ്ടോ? എന്താ വെച്ചാൽ നമ്മളെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയും പിന്നെ മീൻ ഫ്രൈ ചെയ്തപ്പോഴുള്ള എണ്ണയും കൂടിയാണ്. ഏകദേശം ഓഫ് ആവാനായിട്ടുണ്ട്. അത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടെ വറ്റിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തേങ്ങാപ്പാലിൽ മസാലയും മീനൊക്കെ മിക്സ് ആയതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ മീൻ വറ്റിച്ച് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.